ഇന്ന് ഞങ്ങളീ പോകുന്നത് വളരെ പ്രസിദ്ധമായൊരു സെമിത്തേരിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഏറെ പേർക്കും ഇത് അറിയാമായിരിക്കാം. നിങ്ങളിൽ കുറേ പേർക്കൊക്കെ ഈ സെമിത്തേരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണാം. ഞങ്ങളിന്ന് വന്നേക്കുന്നത് വേറെ എവിടെയല്ല, ലോകപ്രസിദ്ധമായ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റിൽ മരിച്ചവരുടെ ബോഡികളുടെ അടക്കിയിരിക്കുന്ന കുറച്ച് സെമിത്തേരിയിലേക്കാണ് ഞങ്ങളിന്ന് വന്നേക്കുന്നത്. അന്ന് ഇൻസിഡൻറ്റിൽ ഒരു 1500ഓളം പേരുണ്ടായിരുന്നു. അതിലൊരു 328ഓളം പേരുടെ ബോഡിയാണ് തിരിച്ചറിഞ്ഞത്. അതിലൊരു 150ഓളം പേരുടെ ബോഡി അടക്കിയിരിക്കുന്നത് ഈ സെമിത്തേരിയിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തു. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇതൊരു ചരിത്രമാണല്ലോ. ലോകത്തുള്ള എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് തന്നെയല്ലേ. കടലിൽ നിന്നിറങ്ങി ചരിത്രത്തിലേക്ക് കടന്നവരുടെ ഓർമ്മകൾ ഇവിടെ പച്ചയായ കഥയായി നിലനിൽക്കുന്നു. വലിയ കപ്പൽ, വലിയ സ്വപ്നങ്ങൾ, പക്ഷേ ഒരു രാത്രിയിൽ അവയെല്ലാം കടലിൽ മുങ്ങി. ശാന്തത നിറഞ്ഞ ഈ കല്ലറകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഇതുവരെ കേട്ട ടൈറ്റാനിക് കഥകളെല്ലാം മനസ്സിൽ ഓടി വരും. നമ്മളിന്ന് കണ്ടതൊരു യാത്രയല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ആ കല്ലുകൾക്കൊപ്പം ഇന്നും അവരുടെ കഥകൾ നിലനിൽക്കുന്നു.